മീ അഹൽദ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഫസ്റ്റ് മന്ത് കഴിഞ്ഞതേ സെക്കൻഡ് മന്തായി, ഫെബ്രുവരി ആയി. എത്ര പെട്ടെന്നല്ലേ. ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും ഞാൻ താഴെ ലിങ്ക് ചെയ്യാം. ഞാനിപ്പോൾ കുറേ കാലമായിട്ട് സെയിം സ്കിൻ കെയർ റുട്ടീനാണ് ഫോളോ ചെയ്യുന്നത്. കുറച്ച് കാലമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നൊരു ശീലം ഉണ്ടായിരുന്നു. ഇപ്പം സ്മൂത്തി എങ്കിലും കുടിക്കാൻ ഞാൻ വിചാരിക്കാറുണ്ട്. ഇന്ന് എനിക്കൊന്ന് പുറത്ത് പോകണം. അതിൻ്റെ മുന്നേ കുറച്ച് ലോണ്ടറി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അത് ചെയ്തു. എന്നിട്ട് നേരെ ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്യാനിരുന്നു. ഈ ഡിജിറ്റൽ പ്ലാനർ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് കേട്ടോ. സ്റ്റുഡിയോ ചെറി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. ആളുടെ പ്ലാനറാണ് ഇത്. ആൾ എറ്റ്സിയിൽ എങ്ങനെയാണ് സെല് ചെയ്യുന്നതെന്ന് തോന്നുന്നത്. ഇതിന്നാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അങ്ങനെ വാങ്ങിയതാണ്. എന്താ ഞാൻ ഈ കൊല്ലം ഡിജിറ്റൽ പ്ലാനർ ആക്കിയെന്ന് വെച്ചാൽ 2 റീസൺസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിലും ഇത് ഫോണിലാണെങ്കിലും ഐപാഡിലാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടാവും, ഐപാഡും മോസ്റ്റ്ലി ഉണ്ടാവാറുണ്ട്. ഫിസിക്കൽ പ്ലാനർ എപ്പോഴും നമുക്കിങ്ങനെ പോർട്ടബിൾ അല്ലല്ലോ. കുറച്ച് തടിയുള്ളതൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ പ്രാവശ്യം ഡിജിറ്റൽ പ്ലാനർ ആക്കിയത്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ നോഷനും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഡിജിറ്റലി എല്ലായിടത്തുനിന്നും ആക്സസിബിൾ ആണ് ഇപ്പം. നാളെ ഒരു വ്ളോഗ് ഇട്ടപ്പോൾ ആരോ ചോദിച്ചിരുന്നു എല്ലാ ദിവസവും പ്ലാൻ ചെയ്യുന്നു. യെസ്, എല്ലാ ദിവസവും പ്ലാൻ ചെയ്യാറുണ്ട്. തീസിസ് പ്ലാനിങ് മാത്രം അങ്ങനെ ഡെയിലി ചെയ്യാനുണ്ടാവില്ല. കാര്യം ഇപ്പോൾ റീഡിംഗ് ഒക്കെ ആണെങ്കിൽ അടുപ്പിച്ച് ഒരു 3-4 ദിവസം റീഡിംഗ് തന്നെയായിരിക്കും. അപ്പം എനിക്കത് എഴുതി വെക്കുമ്പോൾ അറിയാം. പക്ഷെ ഡെയിലി പ്ലാനിങ് എല്ലാ ദിവസവും ചെയ്യും. അതിനുശേഷം ഞാൻ നാളെ പറഞ്ഞില്ലേ, ഞാനിപ്പം റീഡിംഗ് ഒരു ഹാബിറ്റ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ കുറച്ച് നേരം ഒരു അരമണിക്കൂർ എന്തെങ്കിലും വായിക്കും. പുറത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തിനാ പോണേന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. അതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് തന്നെ വാർഡ്രോബ് പോയി തപ്പിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടൊന്നും പെട്ടെന്ന് റെഡി ആവാം. എപ്പോഴുള്ളതാണ് വാർഡ്രോബ് പറഞ്ഞാൽ എന്തിടും എന്നുള്ള കൺഫ്യൂഷൻ, എസ്പെഷ്യലി വിൻ്റർ ടൈമിൽ. കാരണം എന്തായാലും ജാക്കറ്റ് ഇടും, പിന്നെ എന്താ ഇടണ്ടേന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് എപ്പോഴും ഉള്ളതാണ് കേട്ടോ. എന്തായാലും നമുക്ക് പെട്ടെന്ന് റെഡി ആവാം. അരമണിക്കൂർ ചാർജ് ചെയ്യാൻ ഇട്ടപ്പോഴത്തേക്ക് നമ്മളെ ബ്ലെൻഡർ ഓൺ ആയിട്ടുണ്ട്. ഗുഡ് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിനെ ഉണ്ടോ. ഇത് നാട്ടിലുള്ളപ്പം എനിക്ക് കൊളാബായിട്ട് വന്നിട്ടുള്ളതായിരുന്നു. പക്ഷേ നല്ല ബ്ലെൻഡറാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 1.5 കൊല്ലമായില്ലേ ഞാൻ വന്നിട്ട്. ഞാൻ ഇത്രയും കാലമായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസം വീട്ടിലിരുന്ന് പിന്നെ പുറത്തിറങ്ങുമ്പോൾ കൂടുതൽ തണുപ്പ് തോന്നും. എങ്ങോട്ടാണ് ഞാൻ പോകണമെന്ന് വെച്ചാൽ ലോൺ സെൻട്രലിലേക്കാണ്. ഇവിടെ നിന്ന് ഇന്റർനാഷണൽ സിറ്റിസൺ ഹബ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റീൻ്റെ കിക്ക് സ്റ്റാർട്ട് പ്രോഗ്രാം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവർ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരുടെ കൂടെ ചിലപ്പം സ്പൗസ് വരുന്നുണ്ടാവും. അവരെ ഇവിടെ കുറച്ചും കൂടെ പെട്ടെന്നൊന്ന് സെറ്റിൽ ചെയ്യാനും അതേപോലെ ഒരു ജോലിയിൽ പെട്ടെന്ന് എത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. കഴിഞ്ഞ വർഷം തൊട്ട് ഇവർ സ്റ്റുഡൻസിനെയും ഇപ്പം ലുണ്ട് യൂണിവേഴ്സിറ്റി, മാൽമോ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിനെയും കുറച്ചും കൂടെ അവരുടെ ഒരു ഏരിയയിൽ ഏതൊക്കെ ജോബ് കണ്ടുപിടിക്കാം എന്നൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്നൊന്ന് ഫ്ലൈയിങ് ടൈഗറിൽ പോയി അമ്മന് കുറച്ച് ചിരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. വാലന്റൈൻസ് ഡേൻ്റെ മുന്നേ ആണല്ലോ. അപ്പോൾ അവിടുന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. തിരിച്ച് ആൻസിൻ്റെ റൂമിലെത്തി. ഇന്ന് ആൻസി മൂവ് ഔട്ട് ചെയ്യുന്ന ദിവസമായിരുന്നു. അപ്പം ഓൾറെഡി ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സോർട്ടഡ് ആയിരുന്നു. പിന്നെ എനിക്ക് ഒരു കൊറിയർ റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു. ഷീനിൻ്റെ കൊറിയർ ആയിരുന്നു കേട്ടോ. അതൊക്കെ റിട്ടേൺ ചെയ്ത് വന്ന് ഞങ്ങൾ ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഞാനും അമ്മനും ആൻസിയും കൂടെയാണ് ലഞ്ച് പ്രിപ്പയർ ചെയ്തത്. അത്യാവശ്യം നല്ല രീതിയിൽ ഇന്ന് നല്ല നാടൻ വിഭവങ്ങളൊക്കെ ആയിട്ട് കയറുന്നു ഇന്നത്തെ ലഞ്ച്. മോരുകറിയും ചെമ്മീൻ പൊരിച്ചതും അതുപോലെ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും. ഞങ്ങൾക്ക് മെഴുക്ക് പുരട്ടിയില്ല, ഞങ്ങൾക്ക് ഉപ്പേരിയാണ്. പക്ഷേ ഇതെല്ലാം കൂടി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഊണ് കഴിച്ചു. ആ കാണുന്നത് ഉണക്ക നത്തലാണ് കേട്ടോ. അത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണ്.
ആൻസിൻ്റെ പഴയ റൂമിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും ആ പുതിയ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പഴയ റൂമാണ് കേട്ടോ. ഇന്ന് തന്നെ നമ്മൾ കീ റിട്ടേൺ ചെയ്യണം. അപ്പോൾ പഴയ റൂം നമ്മൾ വാക്കുമൊക്കെ ചെയ്ത് ഫുള്ള് തന്നത് എങ്ങനെയാണോ അതേപോലെ ആക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ആ ഒരു പണി മാത്രമേ ബാക്കി ഉണ്ടായുള്ളൂ. ഞാൻ വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് മെയിൻ ഫേർണിച്ചേഴ്സ് ഒക്കെ മൂവ് ചെയ്യുന്നതൊക്കെ ആൻസിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അമ്മനുണ്ടായിരുന്നു. അവരെല്ലാം കൂടെ രാവിലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വളരെ കുറച്ച് സാധനങ്ങൾ കൂടെ അങ്ങോട്ട് മാറ്റാനുണ്ടായിരുന്നു. ഞങ്ങൾ 2-3 ട്രോളിക്കാട്ട് ഒരുമിച്ച് ഉണ്ടാ നോക്കിയതാണ്. ഒരു വിധത്തിൽ ഇവിടെ എത്തിച്ച് അങ്ങനെ എല്ലാം സെറ്റായി. ഈവനിങ് ആയപ്പം ഞാൻ സ്വിമ്മിങ്ങിന് പോവാണ്. സ്വിമ്മിങ് ക്ലാസ്സിനൊന്നല്ല പോണത്, അമൻ തന്നെയാണ് എന്നെ പഠിപ്പിക്കണത്. കുറച്ച് ദിവസം 5-6 ദിവസമായിട്ടേ ഉള്ളൂ. 4-5 ദിവസം കൊണ്ട് തന്നെ ഞാൻ നീന്താൻ കുറച്ചൊക്കെ പഠിച്ചു കേട്ടോ. അപ്പം ആക്ടിക്കിൽ എനിക്ക് ജിം മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. ഒരു ഉപകാരമില്ലാണ്ട് അങ്ങനെ വെച്ചതായിരുന്നു. അങ്ങനെ ഈ പ്രാവശ്യം അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടായത് ഞാൻ നീന്തൽ പഠിച്ചു എന്നുള്ളതാണ്. നമ്മളിപ്പം ഡൽഹിയിലാണ് താമസിക്കണമെന്ന് വെച്ചോ. അവിടെ നമ്മൾ മൂവ് ഔട്ട് ചെയ്തു എന്ന് വെച്ചാൽ അക്കോമഡേഷൻകാരുടെ ആവശ്യപ്രകാരം നമ്മൾ മൂവ് ഔട്ട് ചെയ്തു എന്ന് വെച്ചാൽ ഇവർ നമുക്കൊരു കൂപ്പൺ തരും. ഒരു പിസ്സ കൂപ്പൺ, 1 അല്ല 2 തരും. നമ്മളിപ്പോൾ ആ കൂപ്പൺ വെച്ചിട്ട് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഇതിന് ഡൽഫീൻ്റെ തൊട്ട് താഴെ ഡൽഫീൻ തന്നെ പിസ്സ ഇരിക്കാന്നാണ് കേട്ടോ ഇവരിത് തരാം. അപ്പം നമ്മൾ 2 പിസ്സ വാങ്ങിച്ചു. അവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു, കുറേ കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് മെയിനായിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.